ഗുഡ് മോർണിംഗ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 35 പോയിൻ്റ് അപ്പാണ്. എന്ന് പറഞ്ഞാൽ 35 പോയിൻ്റ് അപ്പാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മാർക്കറ്റ് ട്രെൻഡ് ഒരു ജസ്റ്റ് ബിഗിനിങ് പോസിറ്റീവ് ട്രെൻഡിലേക്ക് വരുന്നുണ്ടെന്ന് പറയാം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇതിൽ ന്യൂട്രൽ എന്ന് പറയാം. ഡെയിലി അവർ സെല് ചെയ്യുന്ന പോലെ തന്നെ വീണ്ടും 4171 കോടി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 4512 ബൈ. ന്യൂട്രൽ എടുക്കാം, അത്രയേ ഉള്ളൂ. ന്യൂട്രൽ എടുക്കാം. മാർക്കറ്റിന് ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവ് ആയതുകൊണ്ട് ഇതും ന്യൂട്രൽ വെച്ച് നോക്കുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി പ്ലസ് ന്യൂട്രൽ, അപ്പോൾ ഒരു അപ് ട്രെൻഡ്. HDFC ADR പ്ലസ്, ഇൻഫോസിസ് ADR പ്ലസ്, ICICI ബാങ്ക് കുറച്ച് താഴത്തേക്കാണ്. ഇവിടെ നിന്നും ഒരു ന്യൂട്രൽ എടുക്കാൻ പറ്റുന്നുള്ളൂ. ന്യൂട്രൽ ഇന്ന് പോസിറ്റീവ് എടുക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവ് എടുക്കാൻ പറ്റില്ല. ന്യൂട്രലായിട്ട് എടുക്കാം. പ്രത്യേകിച്ച് ന്യൂസ് ഇല്ലയെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോളർ ഇൻഡെക്സ് സെയിം റേറ്റ് തന്നെ, ഇന്നലത്തെ സെയിം റേറ്റ് തന്നെ ഡോളർ ഇൻഡെക്സ്. അപ്പോൾ അതിൽ വലിയ പ്രാധാന്യത്തെ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ന്യൂട്രലായിട്ട് എടുക്കാം. കാരണം താഴത്തേക്കും ഇല്ല മുകളിലേക്കും ഇല്ല, അപ്പോൾ ഇത് ന്യൂട്രൽ തന്നെ. പ്രത്യേകിച്ച് 100.18 അവിടെ സ്റ്റഡി ആവണ പോലെ തോന്നുന്നുണ്ട്. RBI എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 89.06 ഒന്ന് സ്റ്റഡി ആയിട്ടുണ്ട്. ഒരു ന്യൂസ് വന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ വരുന്ന RBI പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഉറപ്പില്ല, അത് മാർക്കറ്റിനൊരു പോസിറ്റീവാണ് കേട്ടോ. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നുള്ളത് അത് എല്ലാ ബിസിനസ്സിനും അതുപോലെ കമ്പനികൾക്ക് ഇഷ്ടാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് ഇനി ഇവിടുന്ന് കടന്നു പോകാണ്ടിരിക്കാനുള്ളൊരു കാരണം കൂടിയാവുകയാണ് ഈ റേറ്റ് കട്ട്. വളരെ വീക്കായിട്ടാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വെച്ചെടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഒരു പാച്ച് നോക്കുമ്പോൾ ഇന്ന് ട്യൂസ്ഡേ നിഫ്റ്റിയുടെ കട്ടിംഗ് ഡേറ്റാണ്, മന്ത്ലി കട്ടിംഗ് ഡേറ്റും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കാലത്ത് മാർക്കറ്റ് ഡീപ്പായിട്ട് വീണു. ഡീപ്പായിട്ട് വീണെന്ന് മനസ്സിലായി. ഒരുപാട് ഒരു 100 പോയിൻ്റ് ഡീപ്പായിട്ട് വീണ് കഴിഞ്ഞാൽ, ഇതിപ്പോൾ 100 പോയിൻ്റാണെന്ന് കരുതുകയാണെങ്കിൽ 100 പോയിൻ്റ് ഡീപ്പായിട്ട് വീഴുകയാണെങ്കിൽ, നിങ്ങൾ ഇനീഷ്യലി ഇപ്പോൾ 35 പോയിൻ്റ് അപ്പാണ്, 100 പോയിൻ്റ് ഡീപ്പായിട്ട് അപ്പാണെങ്കിൽ കയറുന്ന അളവ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇവിടെ വെച്ച് അവസാനിക്കും. പറഞ്ഞാൽ ഇന്നലത്തെ ക്ലോസിനും ആ റേറ്റിനോടൊക്കെ ചേർന്ന് അവസാനിക്കും. ഓക്കെ, ഇത് മിക്കവാറും ഉണ്ടാവില്ല എന്നാണ് കരുതുക. ഇപ്പോൾ മാർക്കറ്റ് 35 പോയിൻ്റ് അപ്പല്ലേ, കയറ്റാൻ ശ്രമിച്ചു എന്ന് തന്നെ കരുതാം. കയറ്റാൻ ശ്രമിച്ച് എന്താ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് 35 പോയിൻ്റ് കയറ്റാന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഷോർട്ട് അടിച്ച ആൾക്കാരെ കവറിങ് വരും. അപ്പോൾ കുറച്ചും കൂടിയും കയറി പോകും. ഓക്കെ, കവറിങ് കയറി പോകും. പക്ഷേ വേറൊരു സംഭവം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ലെവലിൽ പോയാലും 26,000 കട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. മനസ്സിലായോ? 26,000 കട്ട് ചെയ്യാൻ ഇവിടുന്ന് പറ്റാണ്ടായ വീണ്ടും റിട്ടേൺ വരും. 26,000 തൊടുമ്പോഴൊക്കെ വലിയ ബിഗ് സെല്ലിങ് വരാനുള്ള സാധ്യത പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും സെല്ലിങ് വരും. അപ്പോൾ ഇവിടെ നിന്ന് അപ് ട്രെൻഡ് കൊണ്ട് ഇവിടുന്ന് കാലത്ത് തന്നെ അപ് ട്രെൻഡ് കൊടുക്കുന്നു, മുകളിൽ നിന്ന് സെല്ലിങ് ട്രെൻഡ് കൊടുക്കും. അപ്പോൾ ഇവിടെ കിടന്നിട്ട് തിരിഞ്ഞ് കളിക്കാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു പരിപാടി ചെയ്യാം, നമുക്കൊരു താഴത്തുനിന്ന് ബൈ എടുക്കുകയാണെങ്കിൽ കോളോ ഒന്നെങ്കിൽ ഫ്യൂച്ചർ ബൈ അല്ലെങ്കിൽ കോള് ബൈ. അതേപോലത്തെ കുറച്ച് കയറി കഴിയുമ്പോൾ ഇത്തിരി മുകളിലെത്തുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത മണിയിൽ കളിക്കാൻ നോക്കുക. ഇന്ത മണിയിൽ മാക്സിമം, അല്ലെങ്കിൽ അടുത്ത മണിയിലോ ആയിട്ട് നിങ്ങൾ ഒരു പുട്ട് ബൈ എടുക്കുക. എന്നിട്ട് ഇത് ട്രേഡ് ചെയ്യാൻ നോക്കുക. ചാൻസസ് തരും, ചെറിയ റേഞ്ചിൽ ചാൻസ്. സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് ഡീൽ ചെയ്യുക. ഐഡിയകളാണ്, നമ്മൾ ഓരോ ഐഡിയകൾ ചെയ്ത് അത് പെർഫോമറായിട്ട് മാറണം. എല്ലാവരും ഇന്ന് ടിപ്സ് എടുക്കുന്നത് മാത്രമല്ല. അപ്പോൾ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യും വേണം, എന്നാൽ റേഞ്ച് ബൗണ്ടായിട്ട് ട്രേഡ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ വലിയ പ്രയാസമുള്ള സമയങ്ങളാണിത്. സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് സ്റ്റോക്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അധികം പ്രോഫിറ്റ് കിട്ടാത്ത പ്രയാസം ഉണ്ടാവും. അത് വരും, ഒരു ദിവസം അത് മാർക്കറ്റ് മറഞ്ഞ് തിരിഞ്ഞ് വരും. കുറച്ച് ജപ്പാനിലെ യെന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസുകൾ കണ്ടിന്യൂ ഉണ്ട്. എങ്കിലും ഡൗ ജോൺസ് അപ്പാണെന്നുള്ളത് കൊണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിസംബർ 18 എങ്ങാണ്ടാണ് ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യമൊക്കെ വരുന്നത്. അപ്പോൾ കുറച്ച് സമയമുണ്ട്.
അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ ചെറിയ ചെറിയ അപ്പ് ആൻഡ് ഡൗൺസ് അമേരിക്കയിൽ വരാമെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് അത്ര വലിയ കാര്യമൊന്നും എടുക്കേണ്ട കാര്യങ്ങളില്ല. ഇത് അപ്പ് ആൻഡ് ഡൗൺസ് മാർക്കറ്റ് ആവാനാണ് സാധ്യത. ഓക്കെ, താങ്ക് യു.